സംസ്ഥാന ഗവൺമെൻറ് കൺവീനറായി അധികാരപ്പെടുത്തിയ PP മുഹമ്മദ് റാഫി ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മട്ടന്നൂർ നഗരസഭയുടെ ചെയർമാൻ, ഈ പരിസരങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളുടെ ചെയർമാൻമാർ, ചെയർപേഴ്സണുകൾ, വിവിധ ലോക്കൽ ബോഡീസിൻ്റെ അംഗങ്ങൾ, ജയരാജൻ സാബർ, അഡ്വക്കേറ്റ് കുട്ടി, വോളണ്ടിയർമാർ, എല്ലാവരും കഴിഞ്ഞ തവണ ഉണ്ടായ ചെറിയ ചെറിയ അസൗകര്യങ്ങൾ നമ്മൾ പഠിക്കുകയും അത് തിരുത്തി ഏറ്റവും നല്ല രീതിയിൽ ശംസുക എന്നാ പറയുന്നത്, സംഭവം എന്നാ പറയുന്നത്? കിട്ടീന് എന്നാ പിന്നെ ആശംസകൾ അറിയിക്കുന്നതിനായി ഓക്കെ അല്ല, നമ്മളെ കണ്ടുതരും. പുതിയ പൊറോട്ടക്കാരനൊക്കെ വന്നിട്ടുണ്ട്. ഒരു 5-6 ദോശ ചപ്പാത്തി എല്ലാം പുട്ടുമുണ്ട്. അപ്പൊ എന്താണ് ക്യാമ്പ്? കഴിഞ്ഞ പ്രാവശ്യമായി വന്നിട്ട് തുടങ്ങുന്നല്ലേ, ഇന്ന് നമ്മളെ തുടക്കമല്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഡബിൾ ആദ്യമാരാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 155 ആർജിമാരാണ്, ഇപ്പം 360 ആർജിമാരാണ് ഇപ്രാവശ്യമുള്ളത്. അപ്പോൾ അത്രയും സൗകര്യങ്ങൾ ഇവിടെ ഹാജി കമ്മിറ്റി ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഹാജിമാരും ഇതുവരെയുള്ള എല്ലാത്തിനും ഹാപ്പിയാണ്. ഒന്നാമത് അതിനു വേണ്ടിയുള്ള ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ വളണ്ടിയറായിട്ട് നിൽക്കുന്നവരും അതുപോലെ ഒരു എന്തല്ല ഇന്നലെ കണ്ടില്ലല്ലോ. ഇന്ന് വന്നല്ല, ഇന്നലെ എന്നാ പറ്റിയേ? ഇപ്രാവശ്യം ഉണ്ടല്ലേ? ഓ, 10-ാം തീയതിയിലേക്ക് ലാസ്റ്റ്. നാളെ ഇന്ന് രാത്രി
ഒരു 1.5 മണിക്കൂറിന് പോകും. അവിടുന്ന് 5:45 അതും 300 ചില്ലറ 361 ആൾ. അതും സ്ത്രീകൾ മാത്രം അല്ല, ആദ്യത്തെ ആണെങ്കിൽ അതിന്റെ ബാഗിൽ തന്നെ ഒരു 361 വെറും സ്ത്രീകൾ പോകുന്നുണ്ട്. അവരൊരു 9 മണിക്കൂറിന് പോകും. അവിടുന്ന് 1.5 മണിക്കാണ്. അൽഹംദുലില്ലാ ക്യാമ്പും ഭക്ഷണവും താമസ സൗകര്യവും വളരെ ഭംഗിയായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇതുവരെ നല്ല അൽഹംദുലില്ലാ റാഹത്താണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ പബ്ലിക് പറഞ്ഞ് അങ്ങനെയാണ് ആദ്യമായി പറയുന്നത്. ഓക്കെ. ഹലോ നിങ്ങൾക്ക് അയച്ചില്ലല്ലോ ഞാൻ എവിടെ അയച്ചാ ഒരു ഫോട്ടോ അയച്ചാൽ ആത്മീയമായ ആത്മനിർവൃതിയോടുകൂടി എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ അവരെ സഹായിക്കണേ റഹ്മാനെ. പ്രസവനെ അവരോട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. അവർക്കൊക്കെ ദുആ ചെയ്യാനുള്ള ആഫിയത്ത് നീ പാവപ്പെട്ട അജ്മാർക്ക് നീ നൽകണേ റഹ്മാനെ. പ്രസവനെ നിന്റെ പ്രതീക്ഷിച്ച് നിന്റെ റഹ്മത്ത്, നിന്റെ കാരുണ്യം, നിന്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ട് കൈനീട്ടി വരുന്ന ഈ ഹാജിമാരെ ഒരാളെ നീ വെറുതെ മടക്കരുതേ റഹ്മാനെ. സജ്ജനങ്ങളിൽ ഈ ഹാജിമാരെ മുഴുവൻ നീ പെടുത്തണേ റഹ്മാനെ. പ്രസവനെ ഈ ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ കൂടിക്കല്ല. എന്നതിന്റെ കാരണത്തിലൂടെ പ്രിയപ്പെട്ട ഹാജിമാരുടെ മുന്നിൽ പറയുക. കാരണം ക്യാമ്പിന്റെ എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അദ്ദേഹം സോൾവ് ചെയ്തത് നമുക്കറിയാം. എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് ഹാജിമാർ എത്രയും പെട്ടെന്ന് പോകാൻ തയ്യാറാകുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം മട്ടന്നൂർക്കാരെന്ന നിലയിൽ വളരെ അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് ഈ ഹജ്ജ് ക്യാമ്പ്. കഴിഞ്ഞ 2 വർഷമായി, കഴിഞ്ഞ വർഷവും ഈ വർഷവും ഹജ്ജ് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജാജിമാർക്ക് നൽകാൻ കഴിയാവുന്ന മാക്സിമം സേവനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നൽകാൻ മട്ടന്നൂർക്കാരും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇതൊരു വലിയ
ഒരു സേവനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാർ, അതുപോലെ കമ്മിറ്റിയുടെ ആളുകൾ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകളാണ്. അപ്പോൾ നമ്മളെ രണ്ട് വാക്ക് കൂടുതലൊന്നും പറയാൻ എല്ലാ ടൈമിനും മുഹമ്മദിയുടെ അതുപോലെ അജിമാറിയോടെല്ലാം ഞങ്ങൾ സംസാരിച്ച് മതേതത്വത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കണം. അതുപോലെ എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം നിശ്ചയത്ത് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അതുപോലെ ഉത്സവിക്കുന്നുണ്ട് നമ്മളെ KMCC കർണാടക സ്റ്റേറ്റ് നേതാവ്. ഒരുപാട് വർഷം ഞാനും ഈ വളണ്ടിയറായിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ചുരുക്കം ദിവസങ്ങൾ മാത്രമേ ഇവിടെ പ്രവർത്തിക്കാൻ വന്നുള്ളൂ. പക്ഷേ ഇവിടുത്തെ സംവിധാനങ്ങൾ, ഇവിടെ എല്ലാവരും ഇരുമൈ പറഞ്ഞ് രാഷ്ട്രീയ ആശയ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവരും ഐക്യത്തോടു കൂടി ഇവിടെ ഈ പോകുന്ന അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് പോകുന്ന ഹാജിമാരുടെ സേവനത്തിന് വേണ്ടിയുള്ള മത്സരം കാണുമ്പോൾ അഭിമാനവും സന്തോഷവും തോന്നുന്നു. എല്ലാവരോടും പ്രാർത്ഥന വസിയത്ത് കൊടുക്കുകയുണ്ടായി. ഈ എളിയവരും പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു തീരുമാനമാണ്